നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാറടുക്ക സഹകരണ സംഘം സൊസൈറ്റി തട്ടിപ്പ് കേസിലെ ഒരാൾ കൂടി അറസ്റ്റിൽ. കോഴിക്കോട് അരക്കിണർ സ്വദേശി വി നബീലാണ് പിടിയിലായത്. രാജ്മോഹൻ ഉണ്ണിത്താന് ആവേശ സ്വീകരണമൊരുക്കി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. വിദ്യാനഗറിലെ ജവഹർ ഭവനിലായിരുന്നു സ്വീകരണം. പുതിയ മോദി സർക്കാരിന് ഒരു വർഷത്തെ ആയുസ് മാത്രമായിരിക്കും ഉണ്ടാവുകയെന്ന് ഉണ്ണിത്താൻ. കാറടുക്ക സഹകരണ സംഘം സൊസൈറ്റി തട്ടിപ്പ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ഉണ്ണിത്താൻ. അരങ്ങ് രാപ്പകൽ കലാവിരുന്നൊരുക്കും. കുടുംബശ്രീ അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച സംസ്ഥാന കലാമേളയ്ക്ക് കാലിക്കടവിൽ തുടക്കമായി. തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിലെ തെക്കുംപാട് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ബേക്കൽ കോവളം ദേശീയ ജലപാത പദ്ധതി. കോട്ടക്കടവിൽ പഴയ തൂക്കുപാലത്തിന് പകരം ഇരുമ്പ് പാലം നിർമ്മിക്കുന്നതിന്റെ പ്രവൃത്തി അന്തിമഘട്ടത്തിൽ. വാർത്തകൾ വിശദമായി. കാറടുക്കയിലെ സഹകരണ സംഘം സൊസൈറ്റി തട്ടിപ്പ് കേസിലെ ഒരാൾ കൂടി അറസ്റ്റിൽ. കോഴിക്കോട് അരക്കിണർ സ്വദേശി വി നബീലാണ് പിടിയിലായത്. സൊസൈറ്റി തട്ടിപ്പിലെ 2 കോടി രൂപ ഇയാളുടെ അക്കൗണ്ടിലെത്തിയതായി കണ്ടെത്തിയിരുന്നു. കാസർഗോഡ് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നിരവധി പേരെ തട്ടിപ്പിനിരയാക്കിയെന്ന് സംശയിക്കുന്നയാളാണ് ഇപ്പോൾ പിടിയിലായ നബീൽ. കാറടുക്കയിലെ സഹകരണ സംഘം സൊസൈറ്റി തട്ടിപ്പിലെ 2 കോടി രൂപ ഇയാളുടെ അക്കൗണ്ടിലെത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സൊസൈറ്റി തട്ടിപ്പിലെ ഇയാൾക്കുള്ള പങ്ക് കണ്ടെത്തിയത്. സംഘം സെക്രട്ടറി രതീഷിനൊപ്പം അറസ്റ്റിലായ ജബ്ബാർ നബീലിന്റെ പ്രധാന കണ്ണിയാണ്. ജബ്ബാറിന് ബ്രിട്ടനിൽ നിന്ന് 673 കോടി രൂപ ലഭിക്കുമെന്ന റിസർവ് ബാങ്കിന്റെ പേരിലുള്ള വ്യാജരേഖയാണ് തട്ടിപ്പിനിരയാകുന്നവരെ വിശ്വാസത്തിലെടുക്കാൻ ഉപയോഗിച്ചിരുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, റിസർവ് ബാങ്ക് ഗവർണർ എന്നിവരുടെ വ്യാജ ഒപ്പും ഇതിലുണ്ട്. നബീൽ NIA ഉദ്യോഗസ്ഥൻ ചമഞ്ഞും ഇടപാടുകാരെ കണ്ടിട്ടുണ്ട്. NIAയുടെ ലോഗോ ആലേഖനം ചെയ്ത കോട്ട്, തോക്ക്, തിരിച്ചറിയൽ രേഖ എന്നിവയും ഇയാളുടെ കയ്യിലുണ്ട്. 600 കോടി രൂപ അക്കൗണ്ടിലുള്ളതായ വ്യാജരേഖയും നബീലിന്റെ കൈവശമുണ്ട്. സംഘം സെക്രട്ടറി രതീശൻ സൊസൈറ്റിയിൽ ക്രമക്കേട് കാണിച്ചെടുത്ത പണം തിരിച്ചു നിക്ഷേപിക്കാൻ സഹായിക്കാമെന്നും ബാംഗ്ലൂരുവിലുള്ള ഭൂമി വിൽപ്പന നടത്തിയാൽ മതിയാകുമെന്നും ഇവർ അറിയിച്ചിരുന്നു. അവിടെ കുറച്ച് പണം നൽകാനുണ്ടെന്നും അത് കിട്ടിയാൽ സ്ഥലം വിറ്റ് പ്രശ്നം പരിഹരിക്കാനാകുമെന്നും വിശ്വസിപ്പിച്ചു. ആ പണത്തിനായാണ് മെയ് 9 സംഘത്തിൽ നിന്ന് പണയ സ്വർണം എടുത്തതെന്നാണ് രതീശൻ മൊഴി നൽകിയതെന്നാണ് വിവരം. നബീലിനെ രതീശൻ നേരിട്ട് കണ്ട് സംസാരിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ പിടികൂടിയതോടെ തട്ടിപ്പ് പണം വീണ്ടെടുക്കുവാനും മറ്റ് തട്ടിപ്പുകളുടെ വിവരങ്ങൾ കണ്ടെത്തുവാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് MP-ആയി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താന് ആവേശ സ്വീകരണമൊരുക്കി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. വിദ്യാനഗറിലെ ജവഹർ ഭവനിലായിരുന്നു സ്വീകരണം. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് MP-ആയി തെരഞ്ഞെടുക്കപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താന് ആവേശ സ്വീകരണം നൽകി. വിദ്യാനഗറിലെ ജവഹർ ഭവനിലായിരുന്നു സ്വീകരണം. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. 100 കണക്കിന് പ്രവർത്തകർ കതിനാവെടിയും വൻ പുഷ്പഹാരവുമായാണ് MP-യെ സ്വീകരിച്ചത്. സ്വീകരണത്തിന് നന്ദിയറിയിച്ച് സംസാരിക്കവേ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയ്ക്കെതിരെ കാസർഗോട്ടെ ജനതയുടെ ഒറ്റക്കെട്ടായ വിധിയെഴുത്താണ് വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ചതെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. സ്വീകരണ യോഗത്തിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് KP കുഞ്ഞിക്കണ്ണൻ, നേതാക്കളായ A ഗോവിന്ദൻ നായർ പെരിയ, കരിമ്പിൽ കൃഷ്ണൻ, MC പ്രഭാകരൻ, ശാന്തമ്മ ഫിലിപ്പ്, BP പ്രദീപ് കുമാർ, കരുൺ താപ്പ, അഡ്വക്കേറ്റ് A ഗോവിന്ദൻ നായർ, PV സുരേഷ്, സോമശേഖര ശേണി, VR വിദ്യാസാഗർ, CV ജെയിംസ്, M കുഞ്ഞമ്പു നമ്പ്യാർ, KP പ്രകാശൻ, ടോമി പ്ലാച്ചേരി, ഹരീഷ് P നായർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും കഴുത്തിൽ ചരടിട്ട് വലിക്കുമ്പോൾ ആടിക്കളിക്കുന്ന കൊച്ചുരാമനായി മോദി മാറിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ സ്വീകരണം ഏറ്റുവാങ്ങുവാനെത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു.
പുതിയ മോദി സർക്കാരിന് 1 വർഷത്തെ ആയുസ് മാത്രമായിരിക്കും ഉണ്ടാവുകയെന്നും 1 വർഷം കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കാർഡുകയിലെ സഹകരണ സംഘം സൊസൈറ്റി തട്ടിപ്പ് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ആ 1 വർഷം കഴിയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ രാഹുൽ ഗാന്ധി വന്നിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോ, വന്നിരിക്കും. ഇനി നരേന്ദ്രമോദിയുടെ അഹങ്കാരം മനസ്സിലായില്ലയോ? ഇനി വർഗീയ ധ്രുവീകരണം ഞങ്ങളാണ് ഉയർത്തിയത്. ജാതി സെൻസസ് വേണം. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ. ഞങ്ങളാണ് ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ അവരും പറഞ്ഞു തുടങ്ങി. ഇനി നരേന്ദ്രമോദി ആടിക്കളിയടാ കൊച്ചുരാമ, ചാടിക്കളിയടാ കൊച്ചുരാമ എന്ന് നിതീഷ് കുമാർ ചരടിട്ട് വലിക്കുമ്പോൾ ആടിക്കളിക്കുന്ന ഒരു കൊച്ചുരാമനായി മാറി. എല്ലായ്പ്പോഴും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന നയമായിരുന്നു പിണറായി വിജയൻ്റേതെന്നും നരേന്ദ്രമോദിയുടെ 2ാം പതിപ്പായാണ് പിണറായിയെ ജനങ്ങൾ കണ്ടതെന്നും ഇക്കാരണങ്ങളെല്ലാം കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ദയനീയ പരാജയം നേരിടേണ്ടി വന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കുറേ നാളുകളായി പിണറായി വിജയൻ നരേന്ദ്രമോദിയെല്ലാം ആക്രമിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അതോടുകൂടി കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി ഇയാൾ നരേന്ദ്രമോദിയുടെ ഒരു 2ാം പതിപ്പാണെന്ന്. അതുകൊണ്ടാണ് ഇത്ര ദയനീയമായ പരാജയം അവർക്ക് കേരളത്തിൽ സംഭവിച്ചത്. മാത്രമല്ല BJPയുടെ വോട്ട് പരിശോധിച്ച് നോക്കിയോ, കാസർഗോഡ് അടക്കം മുഴുവൻ സ്ഥലത്തും എവിടെയൊക്കെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കുറഞ്ഞ അവിടെ എല്ലാം BJPക്കാണ് വോട്ട് കൂടുതൽ. കാറടുക്കയിലെ സഹകരണ സംഘം സൊസൈറ്റി തട്ടിപ്പ് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കേരളത്തിൽ കള്ളപ്പണ നിക്ഷേപം സഹകരണ ബാങ്കുകളിലാണെന്ന പ്രചരണം ശരിയല്ലെന്ന് തെളിയിക്കണമെങ്കിൽ മുഖ്യമന്ത്രി തനിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ഈ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ BJP ദേശീയ തലത്തിൽ ശ്രമിക്കുകയാണ്. ആ ശ്രമിക്കുന്ന നീക്കങ്ങൾക്ക് തടയിടണമെങ്കിൽ സംശുദ്ധമായൊരു സംസ്കാരം സഹകരണ മേഖലയിൽ നിലനിർത്തണം. ഇത് ധനസമ്പാദനത്തിലുള്ളൊരു മാർഗമായി സഹകരണ പ്രസ്ഥാനങ്ങളെ അധപ്പതിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ ആഭ്യന്തരം, ക്രൈംബ്രാഞ്ച്, ഇൻ്റലിജൻസ്, ലോക്കൽ പോലീസ്. അപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കുമെതിരെ ആരോപണം ഉയർന്നു വരുമ്പോൾ നിഷ്പക്ഷമായി, നീതിപൂർവമായി, സുതാര്യമായി അന്വേഷണം നടക്കണമെങ്കിൽ അദ്ദേഹം തന്നെ പറയണം, ഞാൻ ഈ അന്വേഷണം കേന്ദ്ര ഏജൻസി കൈമാറുന്നു, എൻ്റെ കൈകൾ പരിശുദ്ധമാണ്, എൻ്റെ മടിയിൽ ഖനമില്ല, അതുകൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരട്ടെ, കുറ്റവാളികൾ ആരാന്നറിഞ്ഞാൽ അവരെ മാതൃകാപരമായി ശിക്ഷിക്കുമെന്ന് പറയേണ്ട ഒരു മുഖ്യമന്ത്രി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് താൻ തന്നെ അന്വേഷിച്ച പോലെയാണ് തൻ്റെ അനുയായികളെക്കുറിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങളെക്കുറിച്ച് തൻ്റെ സേനയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത്. നോട്ട് നിരോധനം നടക്കുന്ന കാലത്ത് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ്യത തകർക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രസ്താവന നടത്തി. ഈ കള്ളപ്പണം മൊത്തം കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആരോപണത്തിന് മറുപടി പറയാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഈ കള്ളപ്പണത്തിൻ്റെ ഒളിപ്പിക്കൽ ഉറവിടം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത കേരളത്തിലെ മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ ആ ബാധ്യത അദ്ദേഹം നിറവേറ്റാൻ തയ്യാറാണെങ്കിൽ അന്വേഷണം കേന്ദ്ര ഏജൻസി കൈമാറണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് MP-യായി വിജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുവാൻ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താന് ആവേശ സ്വീകരണം നൽകി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി A. അബ്ദുൾ റഹ്മാൻ സ്വാഗതം പറഞ്ഞു. NA നെല്ലിക്കുന്ന് MLA, PM മുനീർ ഹാജി, AKM അഷ്റഫ്, MB യൂസഫ്, AM കടവത്ത്, M അബ്ബാസ്, AB ഷാഫി, അബ്ദുള്ള കുഞ്ഞി ചെറുക്കള, അസീസ് മരിക്കെ, കലക്ടർ അബ്ദുൽ ഖാദർ, TM ഇക്ബാൽ, KB മുഹമ്മദ് കുഞ്ഞി, അബ്ബാസ് ബീഗം, അഷ്റഫ് എടനീർ, സഹീർ ആസിഫ്, അനസ് എതിർത്തോട്, മുംതാസ് സമീറ, ഷാഹിന സലീം, കലാഭവൻ രാജു, ഖാലിദ് ബിലാൽ പാഷ, CA അബ്ദുള്ള കുഞ്ഞി ഹാജി, അൻവർ കോളിയടുക്കം, അബ്ദുള്ള മാതേരി, OK ഇബ്രാഹിം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെൺകരുത്തിൽ കേരളത്തിന് അഭിമാനമായ കുടുംബശ്രീ അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച സംസ്ഥാന കലാമേളയ്ക്ക് പിലിക്കോട് കാലിക്കടവിൽ തുടക്കമായി. നാട്ടുകാർക്ക് രാപ്പകൽ കലാവിരുന്നൊരുക്കി നടക്കുന്ന അരങ്ങ് കലാപ്രതിഭകളുടെ സർഗവാസനകൾ പുറത്തെടുക്കുന്നതായി. 13 വേദികളിലായി കന്നഡ, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക് ഭാഷകളിൽ കവിതാ പാരായണം, സ്കിറ്റ്, പ്രസംഗം, സംഘനൃത്തം, മാർഗംകളി,
ഭരതനാട്യം, ചിത്രരചന, കാർട്ടൂൺ, കഥാരചന, കവിതാരചന, കൊളാഷ് ഇനങ്ങളിലാണ് ആദ്യ ദിനം മത്സരങ്ങൾ നടന്നത്. കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സംസ്ഥാന കലോത്സവമായ അരങ്ങിൽ പെൺകരുത്ത് നിറഞ്ഞാടുന്ന കാഴ്ചയാണ് കാഴ്ചക്കാരിൽ അനുഭവേദ്യമാക്കിയത്. പ്രസംഗ മത്സരത്തിൽ വിഷയം കിട്ടി 5 മിനിറ്റിനകം വേദിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന വാക്ചാതുര്യവുമായി വിവിധ ജില്ലകളിൽ നിന്നെത്തിയവർ മത്സരത്തിൽ മികച്ച ഫോമിലായിരുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളുടെ അതിർത്തിയായ കാലിക്കടവ് സ്റ്റേഡിയത്തിലാണ് മുഖ്യവേദി ഒരുക്കിയിട്ടുള്ളത്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലുള്ളവർക്കും ഓക്സിലറി വിഭാഗങ്ങളിലുള്ളവർക്കും ആദ്യമായാണ് വെവ്വേറെ മത്സരം നടത്തുന്നത്. 46 ഇനങ്ങളിൽ ഇരുവിഭാഗത്തിനും മത്സരങ്ങളുണ്ട്. ഇതുകൂടാതെ പൊതുവിഭാഗത്തിന് 3 ഇനങ്ങളിലും കലാമത്സരങ്ങളുണ്ട്. നാടകം, ചവിട്ടുനാടകം, ശിങ്കാരിമേളം എന്നീ ഇനങ്ങളാണ് ഇരുവിഭാഗങ്ങളും ചേർന്ന് പങ്കെടുക്കുന്നവ. 14 ജില്ലകളിൽ നിന്നുമായി 3500-ൽ പരം കലാപ്രതിഭകളാണ് 3 ദിവസങ്ങളിലായി പങ്കെടുക്കുന്നത്. മത്സരാർത്ഥികൾക്ക് 3 നേരം ഭക്ഷണ വിതരണം കാലിക്കടവ് ആണൂർ ഗാലക്സി ഓഡിറ്റോറിയത്തിൽ ഒരുക്കുന്നുണ്ട്. 8 ഇനം കറികളും പായസവും ഉൾപ്പെടുന്ന ഉച്ചഭക്ഷണമാണ് തയ്യാറാക്കുന്നത്. കഞ്ഞി, കപ്പ, ചപ്പാത്തി ഉൾപ്പെടെയാണ് രാത്രി ഭക്ഷണ വിഭവങ്ങൾ. കലോത്സവത്തിനെത്തുന്ന പൊതുജനങ്ങൾക്ക് ഉച്ചഭക്ഷണം നൽകും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിലെ തെക്കുംപാട് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. UAE-യിലെ ഫുജൈറയിലെ വ്യാപാരിയായ മെട്ടമലിസ്റ്റിലെ മുഹമ്മദ് കുഞ്ഞിയുടെയും VPM ബദർനീസയുടെയും മകൻ VPM സുഹൈൽ, പയ്യന്നൂർ പെരുമ്പ കോറോം റോഡിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ നങ്ങാരത്ത് ഷാഹുൽ ഹമീദിന്റെയും സമീറയുടെയും മകൻ ഷാനിദ് എന്നിവരാണ് മരിച്ചത്. പയ്യന്നൂരിൽ നിന്ന് മെട്ടമലിസ്റ്റിലെ സുഹൈലിന്റെ വീട്ടിലേക്ക് വിദേശ ആഡംബര ബൈക്കിൽ വരുന്ന വഴിക്ക് വെള്ളിയാഴ്ച പുലർച്ചെ 12:20-നാണ് അപകടം. തെക്കുംപാട് ബസ് സ്റ്റോപ്പിന് സമീപത്തെ വളവിൽ ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് തൊട്ടടുത്ത വീടിന്റെ മതിലിൽ ഇടിക്കുകയും BSNLന്റെ പില്ലറിലിടിച്ച് യുവാക്കളും ബൈക്കും നിരങ്ങി അയ്യപ്പ ഭജന മഠത്തിന്റെ ഭണ്ഡാരത്തിലിടിച്ച് റോഡിൽ തെറിച്ചു വീഴുകയുമായിരുന്നു. ഹെൽമറ്റുകൾ തകർന്ന് തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതര പരിക്കേറ്റ 2 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു. ചന്തേര പോലീസ് എത്തി പുലർച്ചെ മൃതദേഹങ്ങൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. UAE-യിലെ ഫുജൈറയിലാണ് തൃക്കരിപ്പൂർ മെട്ടമലിലെ സുഹൈലിന്റെ കുടുംബം താമസിക്കുന്നത്. ഉപ്പയുടെ ഫ്രൂട്ട്സ് കടയിൽ ജോലി ചെയ്തു വന്ന സുഹൈൽ 1 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. സഹോദരി മുഹ്സിന, മുഹമ്മദ് കുഞ്ഞിയും കുടുംബവും ഫുജൈറയിൽ നിന്നും വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ നാട്ടിലെത്തി. അപകടത്തിൽ മരിച്ച പെരുമ്പ സ്വദേശി ഷാനിദ് സന്ദർശക വിസയിൽ ദുബായിലെത്തി തൊഴിൽ വിസയടിച്ച് തിരിച്ചു പോകാനിരിക്കെയാണ് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞത്. സഹോദരങ്ങൾ ഷഹാസ്, ഷഹാന. അപകട സ്ഥലത്ത് പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി പരിശോധന നടത്തി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നീലേശ്വരം പാലായിയിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കയ്യൂർ ITI വിദ്യാർത്ഥി വിഷ്ണു ആണ് മരിച്ചത്. ഉദുമ സ്വദേശിയായ വിഷ്ണു രാവിലെ കോളേജിലേക്ക് ബൈക്കിൽ പോകവെ എതിരെ വന്ന KSRTC ബസുമായി ഇടിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചു. നീലേശ്വരം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ജീവനെടുക്കുന്ന രീതിയിലുള്ള അപകടകരമായ ഡ്രൈവിംഗ് സ്വയം നിയന്ത്രിക്കുക മാത്രമേ പോംവഴിയുള്ളൂവെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ. തൃക്കരിപ്പൂർ തെക്കുംപാട് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 യുവാക്കൾ മരിച്ച സംഭവ സ്ഥലം സന്ദർശിച്ച ശേഷം KCN ന്യൂസിനോട് സംസാരിക്കവെയാണ് കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ CV ജിജോ വിജയ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത്. ദേശീയപാതയിലായാലും KSTP മെക്കാഡം പാതകളിലായാലും വേഗനിയന്ത്രണം ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ ഇപ്പോഴില്ല. വലിയ വാഹനങ്ങളിൽ വേഗപ്പൂട്ട് സ്ഥാപിക്കുകയും പരിശോധിക്കുകയും ചെയ്തു വരുന്നുണ്ട്. എന്നാൽ പല പാതകളിലും ബൈക്ക് ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹനങ്ങൾ അനുവദനീയമായ വേഗതയായ മണിക്കൂറിൽ 50 കിലോമീറ്റർ പരിധി ലംഘിക്കുന്നത് കാണാനാവുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ സ്വയം വേഗനിയന്ത്രണം പാലിക്കുക എന്നതാണ് അഭികാമ്യമെന്നും റോഡിൽ ഹമ്പുകൾ സ്ഥാപിക്കാൻ അനുമതിയില്ലെന്നും അധികൃതർ പറയുന്നു. ഓരോ റോഡിലും ഓരോ വേഗപരിധികളുണ്ട്. അപ്പോൾ അതിലും ഉപരിയായിട്ട് ഈ സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്. അവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ അപകടം നടന്ന ഏരിയ നോക്കിയാൽ കാണാൻ പറ്റും. ചെറിയൊരു നാരോ കർവി റോഡാണ്. അപ്പോൾ ഈ ഒരു റോഡിൽ ശരിക്കും പറഞ്ഞാൽ മോട്ടോർ സൈക്കിളിന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന വേഗത എന്ന് പറഞ്ഞാൽ 50 km/h ആണ്. മണിക്കൂറിൽ 50 കിലോമീറ്റർ മാത്രമേ വേഗത എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു റോഡിൽ പോലും വളരെ എക്സസീവായിട്ട് സ്പീഡ് എടുത്തുകൊണ്ടാണ് ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേഗത സ്വയം നിയന്ത്രിച്ച് റോഡിൽ വാഹനങ്ങൾ ഓടിക്കുക എന്നത് പാലിക്കുക മാത്രമാണ് പോംവഴി. കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV വിജേഷും തൃക്കരിപ്പൂർ തെക്കുംപാട് ബൈക്ക് അപകടമുണ്ടായ സ്ഥലത്തെത്തിയിരുന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
ബേക്കൽ കോവളം ദേശീയ ജലപാത പദ്ധതിയുടെ ഭാഗമായി കോട്ടക്കടവിൽ പഴയ തൂക്കുപാലത്തിന് പകരം ഇരുമ്പുപാലം നിർമ്മിക്കുന്നതിന്റെ പണികൾ അന്തിമഘട്ടത്തിൽ. കോട്ടക്കടവിൽ പാലമൊരുങ്ങുമ്പോൾ നമ്പ്യാർക്കൽ ഭാഗത്തും പുതിയ പാലമൊരുങ്ങും. കാലവർഷം ശക്തമാവുന്നതിനു മുൻപ് പണി തീർക്കുകയാണ് ലക്ഷ്യം. പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ ബണ്ടിന് അടിയിൽ പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. 2006 തൂക്കുപാലം ഉദ്ഘാടനം ചെയ്തത്. ജലപാതയുടെ ഭാഗമായി നമ്പ്യാർക്കൽ ഭാഗത്ത് 370 മീറ്റർ പുതിയ പാലവും നിർമ്മിക്കുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിൽ അരയി പാലവും പൊളിച്ചു പണിയും. അജാനൂർ, ബെല്ല, ഹോസ്ദുർഗ്, കാഞ്ഞങ്ങാട് വില്ലേജുകളിലൂടെയാണ് കനാൽ കടന്നുപോകുക. കാരാട്ടുവയൽ, നെല്ലിക്കാട്ട്, അതിയാമ്പൂർ, വെള്ളായിപ്പാലം തുടങ്ങിയ റോഡുകളെ ജലപാത മുറിച്ചു കടക്കും. വിനോദസഞ്ചാരം ലക്ഷ്യമിട്ട് ജലപാതയുടെ സമാന്തരമായി റോഡും പണിയും. 1.40 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. പാതയ്ക്ക് സമാന്തരമായി റോഡ് പണിയുന്നത് ടൂറിസം കൂടി ലക്ഷ്യമിട്ടാണ്. കൃത്രിമ ജലപാത കടന്നുപോകുന്ന കാരാട്ടുവയലിൽ ജനകീയ സമരവും ശക്തമാവുന്നുണ്ട്. ജയരാജ് കാഞ്ഞങ്ങാട്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ഡിഎയും സിവിൽ പോലീസ് ഓഫീസറുമായ എം രേഷ്മയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന റാലി സംഘടിപ്പിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം വ്യത്യസ്ത പരിപാടികളോടെ ആചരിച്ചു. സ്കൂൾ അസംബ്ലിയിൽ പ്രധാനാധ്യാപിക എ ലളിത, സീനിയർ അസിസ്റ്റന്റ് വിജയൻ ടി, രുദ്രപ്രിയ എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പരിസ്ഥിതി ദിന പതിപ്പ് പ്രകാശനം നടത്തി. SPC വിദ്യാർത്ഥികൾ മരത്തിന് ചുറ്റും കൈകൾ കോർത്ത് സംരക്ഷണ വലയം തീർത്ത് പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. സ്കൂൾ പരിസരത്തെ വൃക്ഷങ്ങളിൽ അനാവശ്യമായി കെട്ടിയിരിക്കുന്ന കയറുകൾ നീക്കം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരവും സംഘടിപ്പിക്കുകയുണ്ടായി. ഡിഐയും സിവിൽ പോലീസ് ഓഫീസറുമായ എം രേഷ്മയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന റാലി സംഘടിപ്പിച്ചു. അധ്യാപകരും റാലിയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തളങ്കര ഗവൺമെന്റ് മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂൾ 1975 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ജൂൺ 30 നടക്കും. ക്യാമ്പിൽ വിവിധ വിഭാഗങ്ങളുടെ സേവനമുണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തളങ്കര ഗവൺമെന്റ് മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിലെ 1975 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ജൂൺ 30 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 3 മണി വരെ നടക്കും. സ്കൂളിൽ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ വിവിധ വിഭാഗങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാകും. കേരളത്തിലെയും കർണാടകയിലെയും പ്രമുഖരായ 50-ലധികം ഡോക്ടർമാർ സ്പെഷ്യാലിറ്റി സേവനങ്ങളുമായി പരിശോധന നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 5000-ഓളം രോഗികൾ പൂർണ്ണമായി ഉൾക്കൊള്ളാനും അവർക്ക് വേണ്ട എല്ലാ ചികിത്സകളും നൽകുന്നതിന് വേണ്ടിയും തയ്യാറായിട്ടാണ് ഈ ക്യാമ്പ് ഉള്ളത്. തുടർ ചികിത്സ അടക്കം, ശസ്ത്രക്രിയ അടക്കം എല്ലാവിധത്തിലുള്ള ചികിത്സയും ആവശ്യമായവർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള മികച്ചൊരു സംവിധാനം നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. മംഗലാപുരത്തു നിന്നുള്ള മികച്ച ഡോക്ടർമാർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും പ്രതിനിധീകരിച്ച് ഈ ക്യാമ്പിൽ പങ്കെടുക്കും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ലാബ് പരിശോധനകളും എക്സ്റേ, ECG സ്കാനിംഗ് എന്നിവയും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകളും സൗജന്യമായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകി KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. യാത്രയയപ്പ് പരിപാടി ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രദീപ് കുമാർ KP, അഹമ്മദ് എന്നിവർക്കാണ് KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പ് യോഗം ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ആശ TP അധ്യക്ഷത വഹിച്ചു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ജനാർദ്ദനൻ, മധുസൂദനൻ PV, രമേശ്, നന്ദകുമാർ, അനുരാജ് M എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഭാസ്കരൻ M സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി രതീഷ് CK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുട്ടികൾക്ക് കാണാക്കാഴ്ചകളുടെ കൗതുകം സമ്മാനിച്ച് പ്രശസ്ത വനം വന്യജീവി ഫോട്ടോഗ്രാഫർ നബിൻ ഒടയഞ്ചാലിന്റെ ഫോട്ടോ പ്രദർശനം. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. പ്രകൃതിയും പ്രകൃതിയുടെ കാഴ്ചകളും വർണ്ണങ്ങളുമാണ് വനം വന്യജീവി ഫോട്ടോഗ്രാഫറായ നബിൻ ഒടയഞ്ചാൽ രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത്.
സ്വന്തം ആവാസ വ്യവസ്ഥയിൽ സ്വച്ഛമായി ജീവിക്കുന്ന ജീവികളെ മിഴിവോടെ ചേർത്തു വച്ചിരിക്കുന്നു ഓരോ ഫ്രെയിമിലും. ഒരു മുൻപരിചയവുമില്ലാതെ ഫോട്ടോഗ്രാഫി രംഗത്തേക്കെത്തിയ നബിൻ തന്റെ ക്യാമറയിൽ പകർത്തിയ 100ഓളം ചെറുജീവികളുടെ ചിത്രങ്ങളാണ് കുട്ടികൾക്കു മുന്നിൽ പ്രദർശിപ്പിച്ചത്. നബിൻ ഒടയഞ്ചാൽ ഫോട്ടോഗ്രാഫി മേഖലയിലെ തന്റെ അനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവച്ചു. 100 കോടി തവണ 500 കോടി തവണ എടുത്താലോ? അങ്ങനെയല്ലേ, ഇങ്ങനെ മെല്ലെ കൂടി അതിൽ നമുക്കും കൂടി ചെറിയൊരു ഭാഗമായി കൂടെ. ഇല്ലെങ്കിൽ ഒരു കവിയിലെ കുറച്ച് വരികളുണ്ട്, അങ്ങനെ ആയിക്കൂടാന്ന് വിചാരിക്കാം. അല്ലെ, അങ്ങനെ നമുക്ക് ഭാവിയിൽ അങ്ങനെ ഒരു പാട്ട് പാടേണ്ട അവസ്ഥ ഇല്ലാതിരിക്കട്ടെ എന്ന് വിചാരിക്കാം. എങ്ങനെയാണത്? പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ. പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് M സുനിത അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക CK സുനിതാദേവി, സീനിയർ അസിസ്റ്റന്റ് പ്രേമ, സ്റ്റാഫ് സെക്രട്ടറി PV ജനാർദ്ദനൻ, സ്വപ്ന KV തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. YMCA സ്ഥാപക ദിനാചരണം കാസർഗോഡ് സബ് റീജിയണിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. YMCA 180ാമത് സ്ഥാപക വാർഷികാഘോഷവും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന യോഗവും കാലിച്ചാനടുക്കം ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ഹാളിൽ നടന്നു. YMCA സംസ്ഥാന വൈസ് ചെയർമാൻ മാനുവൽ കുറിച്ചിത്താനം ഉദ്ഘാടനം ചെയ്തു. സബ് റീജിയണൽ ചെയർമാൻ ബേബി മാടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കാലിച്ചാനടുക്കം സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ സുനീഷ് പുതുക്കുളങ്ങര അനുഗ്രഹ പ്രഭാഷണം നടത്തി. വെള്ളരിക്കുണ്ട് സെന്റ് ജൂഡ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വിപിൻ വെൺമണിക്കട്ടയിൽ മുഖ്യാതിഥിയായിരുന്നു. കള്ളാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ ഷാജി, കോടോമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിഷ അനന്തൻ, സബ് റീജിയണൽ വൈസ് ചെയർമാൻ ജോസ് പാലക്കുടി, YMCA ഉടുപ്പി നാഷണൽ പ്രൊജക്ട് വൈസ് ചെയർമാൻ ടോംസൺ ടോം, വെള്ളരിക്കുണ്ട് YMCA പ്രസിഡന്റ് സിബി വാഴക്കാല, ഡോക്ടർ നേഹ ജോസ് പാലക്കുടി, ഡെൽമ ജോൺസൺ, ആഷ്ന റോയ്, ജിസ്മി ജോസ് എന്നിവർ സംസാരിച്ചു. ഫസ്റ്റ് ക്ലാസ്സോടെ MBBS പരീക്ഷ പാസ്സായ ഡോക്ടർ നേഹ ജോസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി BA പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ഡെൽമ ജോൺസൺ എന്നിവരെയും +2 SLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 50ഓളം വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാറടുക്ക സഹകരണ സംഘം സൊസൈറ്റി തട്ടിപ്പ് കേസിലെ ഒരാൾ കൂടി അറസ്റ്റിൽ. കോഴിക്കോട് അരക്കിണർ സ്വദേശി V നബീലാണ് പിടിയിലായത്. രാജ്മോഹൻ ഉണ്ണിത്താന് ആവേശ സ്വീകരണമൊരുക്കി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. വിദ്യാനഗറിലെ ജവഹർ ഭവനിലായിരുന്നു സ്വീകരണം. പുതിയ മോദി സർക്കാരിന് 1 വർഷത്തെ ആയുസ് മാത്രമായിരിക്കും ഉണ്ടാവുകയെന്ന് ഉണ്ണിത്താൻ. കാറടുക്ക സഹകരണ സംഘം സൊസൈറ്റി തട്ടിപ്പ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ഉണ്ണിത്താൻ. അരങ്ങ് രാപ്പകൽ കലാവിരുന്നൊരുക്കും. കുടുംബശ്രീ അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച സംസ്ഥാന കലാമേളയ്ക്ക് കാലിക്കടവിൽ തുടക്കമായി. തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിലെ തെക്കുംപാട് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ബേക്കൽ കോവളം ദേശീയ ജലപാത പദ്ധതി. കോട്ടക്കടവിൽ പഴയ തൂക്കുപാലത്തിന് പകരം ഇരുമ്പ് പാലം നിർമ്മിക്കുന്നതിന്റെ പ്രവൃത്തി അന്തിമഘട്ടത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.